ഹലോ. ആ സ്റ്റീവ്. ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ഒരു ക്ലയന്റ് മീറ്റിംഗ്. ഇവിടെ വലിയ ട്രാഫിക് ഒന്നുമില്ല. ഒരമണിക്കൂർ വേഗം എത്താം. പുറത്ത് നല്ല മഴയുണ്ട്, പതുക്കെ വന്നാൽ മതി. ഓക്കെ. ഹലോ തോമസ് ബ്രോ, എന്താണ് ഈ സമയത്ത്? അളിയ, നിന്റെ ഒരു പഴയ പാർട്ണറില്ലേ, ഒരു ഡെറിക്? അവൻ ജയിലിലല്ലേ? അവനെന്താ പറ്റി? പുള്ളി ജയിലിൽ ചാടിയതൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, നീ കേട്ടായിരുന്നു? എപ്പോ? ഇന്ന് വൈകിട്ട് പോലീസ് അവനെ തപ്പി തലങ്ങും വില്ലയും ചേർന്നോടുക. നിങ്ങളുടെ പാർട്ണർ ക്രിസ്റ്റിയെ കൊന്ന കേസിലല്ലേ പുള്ളി അകത്ത് പോയത്? പറഞ്ഞ പോലെ ഡെറിക്കിന് ചേട്ടൻ തന്നെയല്ലേ മരിച്ചുപോയ ക്രിസ്റ്റി? അളിയ, പണ്ടേ ഒരു സംസാരം ഉണ്ടായിരുന്നു, അവൻ ആരൊക്കെ ചെറുപ്പെടുത്തിയതാണെന്നുള്ളത്. അങ്ങനെ എങ്ങാനാണെങ്കിൽ അവൻ്റെ ഈ വരവ് അത് അവന്മാരെ പിടിക്കാൻ തന്നെ ആയിരിക്കും. ഹലോ സ്റ്റീവ്. ഹലോ. ഞാനല്ലാതെ വേറെ ആര് വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കരുത്. എന്താ പ്രശ്നം? ഡെറിക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ വീട് കണ്ടുപിടിച്ചെത്തും. അതിനു മുമ്പ് നീ എല്ലാ വാതിലും ലോക്ക് ചെയ്തേക്ക്. ബട്ട് സ്റ്റീവ്, നമ്മുടെ വീട്ടില് ആരോ വന്നിട്ടുണ്ട്. ആര്? എന്തിന്? ആരാ? എന്താ വേണ്ടേ? ചേച്ചി നമസ്കാരം. എൻ്റെ കാറൊന്നും ബ്രേക്ക് ഡൗൺ ആയി. എൻ്റെ കയ്യിലാണെങ്കിൽ മെക്കാനിക്കിൻ്റെ നമ്പറൊന്നുമില്ല. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുമോ? പുള്ളി എത്തിയിട്ടില്ല. വന്നാലും അതൊക്കെ നന്നാക്കാൻ അറിയുമോന്ന് അറിയില്ല. ഹസ്ബൻഡിന് കാറുണ്ടെങ്കിൽ ആ ബാറ്ററി തന്നാൽ മതി, വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. പുള്ളി എത്താൻ ഒരു അരമണിക്കൂർ എടുക്കും. നല്ല ഇടിയും മിന്നലും ഉണ്ട്. അകത്തോട്ട് കയറിയിരിക്കാം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, മഴയല്ലേ, അകത്തോട്ട് കയറിയിരിക്കാം. അവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയെന്നല്ലേ പറഞ്ഞേ? അവന്റെ കയ്യിൽ മൊബൈലോ കാറിന്റെ കീയോ അങ്ങനെ എന്തെങ്കിലും നീ കണ്ടോ? ഇല്ല, കണ്ടതായിട്ടൊന്നും ഓർക്കുന്നില്ല. അവനെ കാണാൻ എങ്ങനെയുണ്ട്? താടിയുണ്ട്, മെലിഞ്ഞിട്ടാ, പിന്നെ മുടി നെറ്റി വളർത്തിയിട്ടുണ്ട്. ഡയാന, ഇത് അവൻ തന്നെയാ, ഡെറിക്. നീ എന്തിനാ അവനെ പിടിച്ച് അകത്ത് കയറ്റിയത്? അതിന് സ്റ്റീവ് പറഞ്ഞു കേട്ടറിയുന്നല്ലാതെ ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ. ഡയാന, ലുക്ക്, ഞാൻ വരുന്നത് വരെ അവന് എന്ത് പറഞ്ഞിട്ടായാലും അവിടെ ഇരുത്തണം. നമ്മൾ അവനെ അറിഞ്ഞതായിട്ട് അവനൊരു സംശയം കൊടുക്കരുത്. ഓക്കെ. സ്റ്റീവ് ആയിരുന്നു ഫോണിൽ.
ഡെറിക്, ഞാൻ വന്നെന്നറിഞ്ഞ സ്ഥിതിക്ക് സ്റ്റീവിൻ്റെ വരവ് തയ്യാറെടുപ്പോടെ ആയിരിക്കും അല്ലേ ഡയാന? പേടിയുണ്ടോ ഡെറിക്കിന്? എനിക്കോ? ഇനി എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളവനല്ലേ പേടി വേണ്ടത്? എൻ്റെ പൈസ എടുത്തത് ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ ചേട്ടൻ ക്രിസ്റ്റീനെ ഇല്ലാതാക്കിയത് അതെനിക്ക് മറക്കാൻ പറ്റുമോ? പോലീസുമായിട്ടാണ് സ്റ്റീവ് വരുന്നതെങ്കിൽ അത്രയും മണ്ടത്തരം അവൻ കാണിക്കുമോ? പോലീസായിട്ടാണ് അവൻ വരുന്നതെങ്കിൽ ആദ്യം ഞാൻ കൊല്ലുന്നത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ ഭാര്യ ആയിരിക്കുന്നത് അവൻ നന്നായിട്ട് അറിയാം. സ്റ്റീവ് വരട്ടെ, ക്രിസ്റ്റീനെ കൊന്നതിനും എൻ്റെ പണം എടുത്തതിന് അവനെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും. സ്റ്റീവ് നിനക്ക് പണം ഓഫർ ചെയ്യും. ക്രിസ്റ്റിയുടെ ജീവന്റെ വിലയും സ്റ്റീവ് അതിൽ ചേർക്കും. എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ നിന്നാണ് പോലീസുകാരനെ വിലങ്ങ് വെച്ചുകൊണ്ടുപോയത്. ചേച്ചിയുടെ കരച്ചിൽ എൻ്റെ ചെവി നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ നഷ്ടങ്ങൾക്ക് അവൻ എന്ത് വിലയിടാനാണ് ഡയാന? വെൽക്കം മൈ പാർട്ട്ണർ. സുഖമാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. നീ എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ സ്റ്റീവ്. ഡെറിക്, നമുക്ക് കോംപ്രമൈസിലെത്താം. നീ പറയുന്നത് എന്തും. ഓ ശരിക്കും? ഓക്കെ, ഞാൻ റെഡി. ഇപ്പോൾ ഈ നിമിഷം നീ എന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. നടന്നത് മൊത്തം നീ അവരോട് പറയും. അത് നടക്കില്ല ഡെറിക്. നീ കണ്ട പഴയ സ്റ്റീവ് അല്ല ഞാനിപ്പോൾ. എനിക്കൊരു ബിസിനസ് ഉണ്ട്, എൻ്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം കളഞ്ഞ് പഴയ സ്റ്റീവ് ആവാൻ എനിക്ക് താല്പര്യമില്ല. കഷ്ടമാണ് സ്റ്റീവ്, നീ ഇപ്പോഴും നിന്റെ ബിസിനസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ നീ ജയിലിൽ പോയാൽ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു മാത്രം നീ പറയുന്നില്ലല്ലോ. ഡെറിക്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞങ്ങളെ ഉപദ്രവിക്കരുത്. നീ കഴിഞ്ഞ 6 മാസമായിട്ടില്ലല്ലോ ഡയാന സ്റ്റീവ് എന്ന് പറഞ്ഞ നിന്റെ ഭാര്യയെ കാണാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഡെറിക് എബ്രാഹിമിന്റെയും നീ ഇല്ലാത്തൊക്കെ ക്രിസ്റ്റി എബ്രാഹിമിന്റെയും ചേച്ചി ഡയാന എബ്രാഹിമിനെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നാടാ. ഇത് ഞങ്ങളുടെ ക്രിസ്റ്റിക്ക് വേണ്ടി. ഓക്കെ. സ്റ്റീവ് ആയിരുന്നല്ലേ ഫോണിൽ? എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ നിന്നാണ് പോലീസുകാരനെ വിലങ്ങ് വെച്ചുകൊണ്ടുപോയത്.